എന്നാ ലൂന ലൂന ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? വൈനൊക്കെ കേട്ടോ. ഇതിവിടുത്തെ ഈ വർഷത്തെ 2025 വൈൻ. പിന്നീട് പ്ലം കേക്ക് 2 ഉണ്ടാക്കി. ഈ വർഷത്തെ ആദ്യത്തെ പ്ലം കേക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. അതായത് 1 വർഷമായിട്ട് സോക്ക് ചെയ്തിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത 2 പ്ലം കേക്ക്. ഇതിൻ്റെ ചെറിയൊരു ഐസിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ഐസിങ്. ആദ്യം തന്നെ ഒരു കേക്ക് എടുത്തു. അതിന് വേണ്ടുന്ന ഫോണ്ടൻറ്റ് ഇതെപ്പോഴും UAE-യിലാണെങ്കിൽ ഞാൻ സ്പിന്നീസിൽ നിന്നാണ് സ്ഥിരമായിട്ട് മേടിക്കുന്നത്. ഈ ബ്രാൻഡ് തന്നെ മേടിക്കുന്നത്. ഇതിൻ്റെ മധുരം കുറച്ച് കുറവുണ്ട്. സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കഴിക്കുന്ന ഫോണ്ടൻറ്റ് ഐസിങ് അല്ലെങ്കിൽ ഷുഗർ ഐസിങ് എന്നൊക്കെ പറയുന്നതിനേക്കാളും മധുരം കുറവാണ്. അതുകൊണ്ട് ഈ ബ്രാൻഡ് ഞാൻ എപ്പോഴും എടുക്കാനായിട്ട് നോക്കും. അത് വലിയ പാടുമില്ല, ഭയങ്കര എളുപ്പം. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കുഴച്ച് പരത്തിയാൽ മതി. റോൾ ചെയ്യുമ്പം എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ഈ ഫോണ്ടിൻ്റെ പുറത്തോട്ടൊരു ബട്ടർ പേപ്പർ ഇടണേ. എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനത് പരത്തി. നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അധികം വണ്ണം വേണ്ട, ചെറിയൊരു മധുരം മതിയല്ലോ. അപ്പോൾ ഞാൻ ഇച്ചിരി തിന്നായിട്ടാണ് ചെയ്തത്. അത് ഏത് വട്ടത്തിൽ മുറിക്കണമെന്നാണ് ഇപ്പം നോക്കുന്നത്. അപ്പം ചെറിയ സോസർ വെച്ചപ്പോൾ തീരെ ചെറുതായപ്പോൾ ഇച്ചിരി കൊണ്ട് വലുത് വെച്ച് ഞാൻ ഇത് വെച്ചിട്ട് ഒരു സർക്കിൾ മുറിച്ചെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഫോണ്ടൻറ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇടുന്നതല്ല, അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ കേക്ക് നോസിലുണ്ടല്ലോ ഐസിങ് ചെയ്യുന്നത്, ആ നോസിൽ ഇത് ഇച്ചിരി വലുപ്പമുള്ളൊരു നോസിൽ അല്ല എന്തെങ്കിലും ഇതുപോലൊരു ഷേപ്പുള്ളത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. ഞാനിതിങ്ങനെ അകത്തോട്ടാണ് സർക്കിളിൻ്റെ അത് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് പുറത്തോട്ട് മതിയെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി എളുപ്പം. അപ്പോൾ ആ സ്കാലപ്പ് അകത്തോട്ടാണ് വരുന്നത്. സാധാരണ സ്കാലപ്സ് പുറത്തോട്ടല്ലേ, ഇത് അകത്തോട്ടായിരിക്കുന്നത്. പിന്നീട് ആ ബോർഡേഴ്സ് ഒന്ന് തിന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഒത്തിരി ഹാർഡായിട്ട് ചെയ്യത്തില്ല, ചെറുതായിട്ട്. പിന്നീട് അത് പയ്യെ എടുത്ത് ആ നടുവശം ചെറുതായിട്ടൊന്ന് കൊഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ആ ഹോളിൻ്റെ അകത്തോട്ട് നടുവശം ഇച്ചിരി താത്ത് കൊടുക്കണേ. അല്ലെങ്കിൽ അങ്ങ് ഫ്ലാറ്റായി പോകും. എന്നാലേ നടുവശം ഇച്ചിരി താന്നിരിക്കത്തുള്ളൂ. എന്നിട്ട് അവിടെ ഇനി നമുക്ക് ചെറിയൊരു കട്ട് കൊടുക്കാം. ഫോണ്ടൻറ്റ് എനിക്ക് ഈ മോൾ വശത്ത് മാത്രം മതി. അടിവശം ഇച്ചിരി പ്ലം കേക്ക് കണ്ടാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെച്ച് മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ എടുക്കാം കേട്ടോ. എന്നിട്ട് ശരിക്കും ആ മുകളിലത്തെ സർക്കിളിന് 2 സൈഡിലോട്ടും ലീഫിൻ്റെ സ്റ്റെം വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കുന്നത്. ബ്ലൂവും യെല്ലോയും കളറ് മിക്സ് ചെയ്ത ഗ്രീൻ വരും. അത് വെച്ച് ഞാനിങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുവാണേ. പിന്നീട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന കളറ് ക്രിസ്മസ് റെഡ് യൂസ് ചെയ്തു. പിന്നീട് ഗോൾഡൻ കളറ് മേടിച്ചു. നമ്മൾ ക്രിസ്മസ് റെഡ് വെച്ച് ഫ്ലവറൊക്കെ വരച്ച് കഴിഞ്ഞിട്ടും അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ആ ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്യുന്നു. സ്കാലപ്സ് ഗോൾഡൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് ചെയ്തു. എനിക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പം പെട്ടെന്ന് എൻ്റെ പിക്ചർ മനസ്സിൽ വരത്തില്ലായിരിക്കും. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കി പാറ്റേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു പിക്ചർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കി ചെയ്താലും മതി. എളുപ്പമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പാറ്റേൺ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഓർക്കും ഞാൻ കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ കളറാവുമല്ലേന്ന്. നമ്മൾ വേറെ കേക്കിന് കളർ ഇടുകയാണെങ്കിൽ ഇതിനേക്കാളും കളർ കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ കുറച്ച് മാത്രമേ ഒന്ന് ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. ഒത്തിരി കളർ കുത്തിയൊന്നും ചെയ്യേണ്ട. ഇടയ്ക്ക് ബ്രഷ് കഴുകിയെടുക്കാനും ശ്രദ്ധിക്കണേ. കഴുകിയെടുത്ത് നല്ലപോലെ തുടച്ചിട്ട് വേറെ കളറേ മുക്കാവൂ.
ആദ്യം വരച്ച് വെച്ചേക്കുന്ന ആ റെഡ് കളർ ഫ്ലവേഴ്സിൻ്റെ പുറത്തോട്ട് ഞാൻ ആ ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്തു. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഗോൾഡൻ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കുറച്ച് ബീഡ്സ് ഞാൻ പേളിൻ്റെ കളറിലുള്ള വെച്ച് അതും കൂടെ വെച്ചു. ബീഡ്സ് ഇഷ്ടമില്ലാത്തവരത് വെക്കണമെന്നില്ല കേട്ടോ. ചില സമയത്ത് എനിക്ക് തോന്നും എഡിബിളായ ബീഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കേക്ക് കഴിക്കുമ്പോൾ അത് ഇച്ചിരി അരോചകമാണോ എന്ന് തോന്നും. പക്ഷെ ചില ഭംഗിയുള്ളതുകൊണ്ട് ഞാനതങ്ങനെ വെക്കുന്നുണ്ട്. ആഘോഷം എന്താണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കളറ് മാറ്റാം കേട്ടോ. ഇപ്പം നമ്മൾ ക്രിസ്മസിന് വയ്ക്കുകയാണെങ്കിൽ റെഡ് വയ്ക്കാം, അല്ല വേറെ വല്ല ആഘോഷമാണ് വേറെ കളേഴ്സ് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാമേ. എൻ്റെ രണ്ടാമത്തെ കേക്ക് ചെയ്ത പാറ്റേൺ ആണിത്. ഇത് വെറുതെ മോൾഡിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഇതുണ്ടല്ലോ ഫോണ്ടൻ്റ് തന്നെ ആ സ്ട്രിപ്സായിട്ട് ഇങ്ങനെ മുറിച്ചിങ്ങനെ വെറുതെ വെച്ച്, പിന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ മോൾഡിൽ വെച്ച് ആ ഫോണ്ടൻ്റ് ഇങ്ങനെ എടുത്തിട്ട് വെറുതെ വെച്ച് ഒന്ന് കളറൊക്കെ ടച്ച് ചെയ്തതേ ഉള്ളൂ. വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാത്ത. ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ക്രിസ്മസ് ടൈമിലൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കേക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ബോക്സുകൾ കിട്ടും. ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് ഡൈസോയിൽ നിന്ന് മേടിച്ചതാണ്. യുഎയിൽ ഉള്ള എല്ലാ ഡൈസോയിലും ഈ ബോക്സ് കിട്ടും. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.